Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ പൈനാപ്പിൾ കേടുകൂടാതെ എങ്ങനെ കുറച്ചധികം നാൾ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുമെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പൈനാപ്പിൾ സീസൺ ആണ്, അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് പൈനാപ്പിൾ കടകളിലൊക്കെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല പൈനാപ്പിളിന്റെ റേറ്റും ഇപ്പോൾ വളരെ കുറവാണ്. ഈ ഒരു രീതിയിൽ പൈനാപ്പിൾ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ പൈനാപ്പിൾ സീസൺ അല്ലാത്ത സമയത്തും നമുക്ക് പൈനാപ്പിൾ കൊണ്ടുള്ള പല ഡിഷസും ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. പൈനാപ്പിൾ ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ മുള്ളും ഒക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. പൈനാപ്പിൾ സീസണൊക്കെ ആയിട്ടുള്ള സമയത്ത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് നമുക്ക് കിട്ടുന്നത്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഞാനിവിടെ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഐസ്ക്രീം കണ്ടെയ്നറിലാണ് സൂക്ഷിക്കാനായിട്ട് പോകുന്നത്. ഐസ്ക്രീം കണ്ടെയ്നറിന് പകരമായിട്ട് നമുക്ക് സിപ്ലോക്ക് കവറും യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ പോർഷൻസ് നമുക്കിതുപോലെ സിപ്ലോക്ക് കവറിലോ അഥവാ ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറിലോ നിറച്ചതിന് ശേഷം ഫ്രീസറിൻ്റെ അകത്ത് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. 6 മാസം വരെ കേടുകൂടാതെ പൈനാപ്പിളിൻ്റെ പീസസ് ഇരിക്കും. ആവശ്യാനുസരണം ഇതുപോലെ പോർഷൻസ് എടുത്തിട്ട് നമുക്ക് കറിക്കോ അഥവാ സ്മൂത്തീസോ നമ്മൾ ഏത് റെസിപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. തൊലിയൊക്കെ കളഞ്ഞ് പീസായിട്ട് മുറിച്ച് വെക്കുന്നത് കാരണം എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. ഫ്രോസണായിട്ട് ഫ്രീസറിൻ്റെ അകത്ത് സൂക്ഷിക്കുന്നത് കാരണം കുറച്ചധികം നാളും കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. പൈനാപ്പിൾ വെച്ചിരിക്കുന്ന ഈ കണ്ടെയ്നേഴ്സ് ഞാൻ പുറത്തേക്ക് എടുത്തേക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഞാൻ തിരിച്ച് ഇത് ഫ്രീസറിൻ്റെ അകത്തേക്ക് തന്നെ വയ്ക്കും. ഈ ചെറിയ പോർഷനിലുള്ള പൈനാപ്പിളാണ് ഞാനിന്ന് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് മാറ്റി വെച്ചിട്ട് ഈ വലിയ പോർഷൻ ഞാൻ ഫ്രീസറിലേക്ക് തിരിച്ച് വയ്ക്കാൻ പോവുകയാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 6 മാസം വരെ പൈനാപ്പിൾ കേടുകൂടാതെ പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഫ്രീസറിൻ്റെ അകത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഫ്രോസൺ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരം അതൊന്ന് പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം പൈനാപ്പിൾ സാധാരണ പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് താനു. ബൈ.